PV അൻവർ MLA ആരോപണങ്ങളിൽ ഉലഞ്ഞാടുകയാണ് പിണറായി വിജയൻ. ഇന്നേ വരെ കേരളം അഭിമുഖീകരിച്ചിട്ടില്ലാത്ത അതീവ ഗുരുതരമായ ഞെട്ടിപ്പിക്കുന്ന ആരോപണങ്ങളാണ് സംസ്ഥാന പോലീസ് നേതൃത്വത്തിനെതിരെ ഭരണകക്ഷി MLA കൂടിയായ അൻവർ തെളിവുകൾ സഹിതം ഉന്നയിച്ചിരിക്കുന്നത്. കൊള്ളയും കൊലയും കള്ളക്കടത്തും ഫോൺ ചോർത്തലും ഉൾപ്പെടെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ. ഒരു മന്ത്രിസഭയൊന്നാകെ നിലംപൊത്താൻ ഈ ആരോപണങ്ങൾ ധാരാളമാണ്. പക്ഷേ കേരളമാണിത്. മുഖ്യമന്ത്രി പിണറായിയാണ്. നനഞ്ഞൊട്ടിയ പ്രതിപക്ഷമാണ്. പിണറായിയുടെ മുമ്പിൽ എല്ലിൻ കഷ്ണങ്ങൾക്കായി കാൽ നക്കുന്ന ഘടകകക്ഷികളാണുള്ളത്. മുഖ്യമന്ത്രിയെ കണ്ടാൽ പേടിച്ച് വിറയ്ക്കുന്ന മുഖ്യധാര മാധ്യമങ്ങളാണ്. അതുകൊണ്ടൊക്കെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. പക്ഷേ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ അങ്ങ് നിസ്സാരവൽക്കരിക്കാവുന്നതാണോ? ഏതായാലും മുഖ്യമന്ത്രി ആകെ അസ്വസ്ഥനാണ് എന്നാണ് റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാരനായ ADGP അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഭരണതലത്തിൽ നിർണായകമായ ചർച്ചകൾ നടക്കുകയാണ്. അൻവറിന്റേത് ഗുരുതര ആരോപണമാണ് എന്നും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നുമാണ് വിവരം. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളോട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വളരെ ഗൗരവമായി തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. എല്ലാം പാർട്ടിയും സർക്കാരും ഗൗരവത്തോടെ പരിശോധിക്കുമെന്നായിരുന്നു MV ഗോവിന്ദൻ പറഞ്ഞത്. എല്ലാ വശങ്ങളും പരിശോധിക്കും, ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഈ പറഞ്ഞതിൽ എല്ലാം ഉണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ശരിയാണ്, ആ പറഞ്ഞതിൽ എല്ലാം ഉണ്ടെന്ന് നാമും മനസ്സിലാക്കണം, പിണറായി വിജയനും മനസ്സിലാക്കണം. വെറുമൊരു സ്വതന്ത്ര MLA ആയ അൻവർ ഈ വിധം സർക്കാരിനെതിരെ ആഞ്ഞടിക്കണമെങ്കിൽ പിന്നിൽ ആരൊക്കെയോ ഉണ്ടാവണമല്ലോ. ആരാണത്? MV ഗോവിന്ദനും ടീമുമാണോ? കാത്തിരുന്ന് കാണാം. കാരണം ഈ കൊടുങ്കാറ്റ് അത്ര പെട്ടെന്നൊന്നും അങ്ങനെ അവസാനിക്കില്ല. മലയാള സിനിമയിലെ താരങ്ങൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർത്തുന്ന നടിമാർ ഇനി എത്ര വന്നാലും മാധ്യമങ്ങളും അവർക്കൊപ്പം പോകില്ല. കാരണം ഇന്ന് പുറത്തിറങ്ങിയ പത്രങ്ങളും ഇന്നലെ മുതലുള്ള ചാനൽ വാർത്തകളും അതിന് തെളിവാണ്. 28 പേർക്കെതിരെ ലൈംഗിക ആരോപണം ഉയർത്തിയ മുൻകാല നടിയുടെ വെളിപ്പെടുത്തൽ പോലും അൻവറിന്റെ കൊടുങ്കാറ്റിന് മുന്നിൽ എങ്ങോട്ടേക്കോ പാറി പറന്നുപോയി. അതേസമയം അൻവറിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്ന് ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിക്കും DGPക്കും കത്ത് നൽകിയിരിക്കുകയാണ്. അജിത് കുമാറിനെതിരെ വകുപ്പ് തല നടപടിക്കും സാധ്യതയുണ്ട്. അതിനിടയിലാണ് അജിത് കുമാറിന്റെ തിരിച്ചുള്ള വെടിവെക്കൽ. അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് DGP. കോട്ടയത്ത് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബും മുഖ്യമന്ത്രിയും തമ്മിൽ നാട്ടകം ഗസ്റ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. വെറുതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. നിസ്സഹായമായ ഗതികെട്ടവന്റെ ചിരിയാണത് എന്ന് നമുക്കൊക്കെ മനസ്സിലാവും. ADGP MR അജിത് കുമാറിനെതിരെ പോലീസ് അസോസിയേഷൻ യോഗത്തിലും വിമർശനം ഉയർന്നിട്ടുണ്ട്. SP മാർക്ക് മുകളിൽ അമിത ജോലി ഭാരം അടിച്ചേൽപ്പിക്കുന്നു, ഇതിന്റെ ഭാരം പോലീസുകാരിലേക്ക് എത്തുന്നു എന്നൊക്കെയാണ് പ്രതിനിധികൾ പോലീസ് അസോസിയേഷൻ യോഗത്തിലും വിമർശിച്ചത്. ADGP സമാന്തര ഇന്റലിജൻസ് ഉണ്ടാക്കി പോലീസുകാരെ നിരീക്ഷിക്കുന്നു എന്നും പോലീസ് അസോസിയേഷൻ യോഗത്തിൽ ആരോപണം ഉയർന്നിരിക്കുകയാണ്. PV അൻവറിന്റെ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇന്നുണ്ടായേക്കുമെന്നാണ് അറിയുന്നത്. ഇന്റലിജൻസ് മേധാവിയെ കൊണ്ട് അന്വേഷണം നടത്തിയേക്കും. ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം നടത്തുമോ എന്ന കാര്യവും നിർണായകമാവും. അതിനിടെ പത്തനംതിട്ട SP സുജിത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് DIG ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് കൈമാറും. സുജിത് ദാസ് സർവീസ് ചട്ടം ലംഘിച്ചു എന്നാണ് റിപ്പോർട്ട്. തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗമാണ് DGPക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അൻവർ MLA വിളിച്ച് പരാതി പിൻവലിക്കാനായി സ്വാധീനിക്കാൻ ശ്രമിച്ചത് തെറ്റാണ്. പോലീസ് സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് ഓഡിയോ പുറത്തു വന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരായ നീക്കത്തിന് MLA പ്രേരിപ്പിച്ചതും ഗുരുതരമായ ചട്ടലംഘനമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.